അങ്ങനെ 25 വർഷമായി കാത്തിരിക്കുന്ന ഒരു വീട് പണിയാൻ വേണ്ടിയിട്ടോ. അങ്ങനെ ദേ ഞങ്ങളുടെ വീടിൻ്റെ കട്ട്ളവപ്പിൻ്റെ ഓരോ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നേക്കണത്. ഇത് അതിനു മുമ്പുള്ള കുറേ വീഡിയോസാണ് ട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് 6 വർഷമായിട്ടോ. ഇതിൻ്റെ താഴെ ഒരു ഓടും വീടായിരുന്നു ട്ടോ. അപ്പോൾ ഓടും വീട്ടിലായിരുന്നു ഞങ്ങൾ ഇത്ര നാളും താമസിച്ചത്. അതിന് ശേഷം ഞങ്ങൾ ഓടും വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറുകയായിരുന്നു കേട്ടോ. ഈ സ്ഥലത്ത് ഒരു വീടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും സൗകര്യമില്ലാത്ത ഒരു പഴയ വീടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്രയും ഭാഗം സ്ഥലം കൊടുത്തു. ആ കാണുന്ന ബിൽഡിങ്ങുകാർക്ക് ഞങ്ങൾ ആ സ്ഥലം കൊടുത്തു കേട്ടോ. അവർക്കത് കാർ പാർക്കിങ്ങൊക്കെ ആയിട്ട് എടുക്കാമല്ലോ. അങ്ങനെ ആ സ്ഥലം കൊടുത്ത പൈസയും കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ വീട് പണിയണത് കേട്ടോ. അപ്പോൾ ആ വീടൊക്കെ പൊളിച്ച് കളഞ്ഞു. ഞങ്ങളുടെ ഇപ്പുറത്തെ റോഡിൻ്റെ പൊക്കത്തിനനുസരിച്ച് മണ്ണെടുക്കണം കേട്ടോ. അങ്ങനെ JCB കൊണ്ട് മണ്ണെടുക്കുകയാണ് കേട്ടോ. ഇത് ഓരോരോ ഘട്ടം തറ വരെയും കെട്ടണതിൻ്റെ ഓരോ വീഡിയോസാണ് കേട്ടോ. ഈ വീട് പണിയുമ്പോൾ കട്ടില വെക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു കേട്ടോ. സന്തോഷം കൊണ്ട് എല്ലാവരും കണ്ണുകൾ നിറഞ്ഞു കേട്ടോ. 6 വർഷം വന്നിട്ടുള്ള എനിക്ക് ഇത്രയും സന്തോഷം സങ്കടമാണെങ്കിൽ അതിനു മുമ്പ് ഇവർ ആഗ്രഹിച്ചതോ. ഇവർ ഒരു 25 വർഷത്തോളം കാത്തിരിക്കുകയായിരുന്നു ഒരു വീട് പണിയാൻ വേണ്ടി. വാപ്പച്ചി ഉമ്മച്ചി ഇക്കാക്കായും ഇക്കാക്കാൻ്റെ 2 പെങ്ങന്മാരും ഉമ്മായും ഉണ്ട് കേട്ടോ. ഉമ്മ ഇപ്പം ഇല്ല, മരിച്ചു പോയി. അവരുടെയൊക്കെ ആഗ്രഹമായിരുന്നു ഒരു വീട് വേണമെന്ന്, അടിച്ചുറപ്പുള്ളൊരു വീട് വേണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഈ ഒരു നിമിഷം. ഞങ്ങൾ തറ കെട്ടിയിട്ട് 2 മാസം ആവാൻ പോകണം കേട്ടോ. ഭായിമാർ ഇലക്ഷനും വലിയ പെരുന്നാളും കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ ദേ പുല്ലൊക്കെ മുളച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് പുല്ലൊക്കെ കളഞ്ഞായിരുന്നു കേട്ടോ. അത് പിന്നെ വീണ്ടും പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒറ്റ ഭായിമാർ പോലും വരുന്നില്ല കേട്ടോ പണിക്കായിട്ട്. അവർ നാട്ടിലെത്തിയിട്ട് പോലുമില്ല. അപ്പോൾ ദേ വീണ്ടും പുല്ല് മുളച്ചു. അപ്പോൾ ഒരാഴ്ച വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ദേ വീണ്ടും പോയി പുല്ലൊക്കെ പൊളിച്ചിട്ടോ. ഇത് ഞങ്ങൾ കൊടുത്ത സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ പകുതി സ്ഥലം കൊടുത്തിട്ട് ഞങ്ങളുടെ ഒരു വീട് അവിടെ ഇരിപ്പുണ്ടായി പഴയ. ആ വീട് പൊളിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് അവർക്ക് കൊടുത്തപ്പോൾ അവരിങ്ങനെ സെറ്റപ്പ് ആക്കി എടുത്തുവിട്ട് കട്ടയൊക്കെ ഇട്ട്. അപ്പോൾ ദേ കട്ട്ള വെപ്പിൻ്റെ തലേന്ന് ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഞാൻ സവാളയൊക്കെ നന്നാക്കുമ്പോഴേക്കും ഉമ്മച്ചി ചിക്കനൊക്കെ പൊരിക്കുക കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് കുറുമക്കറി ഉണ്ടാക്കാൻ വേണ്ടി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് എല്ലാം സെറ്റാക്കി വച്ചേക്കാം കേട്ടോ. അപ്പോൾ ദേ എപ്പോൾ ചിക്കൻ വെച്ചാലും ഒരു കഷ്ണം ചിക്കൻ തിന്നും. നിങ്ങളങ്ങനെയാണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിക്കൻ പൊരിച്ചത് ഞങ്ങൾ ദേ ബിരിയാണി പോട്ടിലേക്ക് ഇട്ടിട്ടോ. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഇത്ര കൊള്ളാനുള്ള ഒരു പാത്രമില്ല. അപ്പോൾ ബിരിയാണി പോട്ടിലാണ് കൊള്ളുള്ളൂ. അപ്പോൾ ഉമ്മച്ചി ദേ മസാലകളൊക്കെ സവാളയൊക്കെ വാട്ടി എല്ലാം ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ ദേ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ദേ ഇക്കാക്ക എണിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ദേ മോളും എണിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ കട്ട്ള വെച്ച് കഴിയുമ്പോൾ കൊടുക്കാൻ വേണ്ടി കൽക്കണ്ടും മുന്തിരിയും എടുത്ത് വെച്ചാണ് കേട്ടോ പാത്രത്തിൽ. പിന്നെ ഗ്യാസ് തീർന്നു. ഇപ്പോൾ കട്ടൻ ചായ ദേ വയ്ക്കേണ്ട ചായ കട്ടൻ ചായ. ഇക്കാക്കും ചായ കൊടുത്തത് ഇക്കാക്ക ചായ കുടിക്കാൻ കേട്ടോ. അതിനും സനി എന്നാണ്ടൊക്കെ പറയണം കേട്ടോ. സനി റെസ്റ്റായിട്ട് ഇരിക്കുകയാണ്. സനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി വണ്ടിയിൽ നിന്ന് വീണു. അപ്പോൾ കാലിൻ്റെ സർജറി കഴിഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റെസ്റ്റാണ്. അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോഴേക്കും അങ്ങോട്ട് വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ ഇപ്പം കട്ട്ളവെപ്പിൻ്റെ തലേന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. അമീറായും കുളിച്ച് റെഡിയായി ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും റെഡിയായി 8:30 കേട്ടോ. അതിനൂനെ റെഡിയാക്കി നിർത്തിയേക്കാം കേട്ടോ. 8:20 അവൻ്റെ വണ്ടി വരും. പക്ഷെ വണ്ടിയിൽ വിടാൻ പറ്റില്ല കേട്ടോ. 8:30 കട്ട്ളവെപ്പ്. അപ്പോൾ 9 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അപ്പോഴത്തേക്ക് ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പത്തിരിയും ചിക്കൻ കറിയൊക്കെ കുറുമക്കറിയൊക്കെ പാത്രത്തിലാക്കി വണ്ടി കയറ്റിട്ടോ. അപ്പോൾ അവരങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഞാനും സനിയും പോയിട്ടില്ല. കാരണം സനിക്ക് ഓട്ടോറിക്ഷയിൽ കയറാൻ പറ്റില്ല, കാറിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഫുഡൊക്കെ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോയി വച്ചിട്ട് ഞങ്ങളെ ഇവിടെ വന്ന് കാറിന് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇക്കാക്ക വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഇക്കാക്ക വന്നു. ഞങ്ങൾ കാറിൽ കയറി അങ്ങോട്ട് പോവേണ്ട. അവിടെ എല്ലാവരും വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിട്ടോ. സനീനെ കാറിൽ നിന്ന് ഇറക്കി അവിടെ കസേരയിൽ ഇരുത്തിയേക്കാം കേട്ടോ. ഉസ്താദൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ വാപ്പച്ചി ഒന്ന് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തേക്കിട്ടു. അപ്പോൾ വാപ്പച്ചിനെ വരാൻ വേണ്ടി പിന്നെ 8:30 ആയിട്ടുണ്ടായില്ല കേട്ടോ. വാപ്പച്ചി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് 8:30 ആവും. 8:30 ആകുമ്പോഴേക്കും കട്ട്ല വെക്കാമെന്നും പറഞ്ഞാണ്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ടൈമായി. എല്ലാവരും അങ്ങോട്ട് പോവേം കേട്ടോ. റെഡിയാ. പേരുതട്ടാ അങ്ങനെ അൽഹംദുലില്ലാ അത് കഴിഞ്ഞു. അതിന് ശേഷം കൽക്കണ്ടം കറുത്ത മുന്തിരിയും എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും ചായ കൊടുക്കണമല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ വീഡിയോ എടുത്തിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി എല്ലാവർക്കും ചായ എടുത്ത് അവിടെ വയ്ക്കേണ്ട കൊടുക്കാൻ വേണ്ടി. അമീറ ആ കൽക്കണ്ടം നിന്നുകൊണ്ട് അവിടെ ഇരിക്കേണ്ട. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അനിയനിക്കും സ്കൂളിൽ പോകണം. പിന്നെ എൻ്റെ മോനിക്കും സ്കൂളിൽ പോകണം. അവനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ തുടങ്ങി പറയണ പത്തിരി കഴിക്കാൻ. അപ്പോൾ അവൻ പറഞ്ഞ എല്ലാവരുടെ കൂടെ ഇരുന്ന് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവനിക്ക് പത്തിരി വേണ്ട, അപ്പം മതി എന്നും പറഞ്ഞ് അപ്പവും കുറുമക്കറിയും കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വാപ്പച്ചി എല്ലാവരും കൂടി അകത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അതിനെവിടുവാ വണ്ടി പോയി പോയി എന്നോട് പറഞ്ഞേ പോയി മോനെ 9 മണിയൊക്കെ ആയപ്പോഴേക്കും കകതേ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി പോയേക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്നു കേട്ടോ. ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് എല്ലാവരും അവിടെ ഇരിക്കാം കേട്ടോ.
റിസാല് ബൈക്കിനാണ്ട് വന്നതാണ്. അപ്പോൾ ഇക്കാക്ക അതിനൂനാക്കാൻ പോയിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതേ സനീനെയൊക്കെ കയറ്റി റിസാലത് കാർ ഓടിച്ചോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് പേര് കാറിന് പോകും. എന്നിട്ട് ഇക്കാക്ക വരുമ്പോൾ ഇക്കാൻ്റെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പിള്ളേർ അകത്ത് നിന്ന് നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഹാലാനെ വണ്ടിയിൽ ഇരുത്തി ഇബ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇക്കാക്ക എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വണ്ടി എടുത്തോ, ഇക്കാക്ക റിസാലിൻ്റെ വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഇനി അങ്ങോട്ട് വരണ്ടല്ലോ. അപ്പോൾ ഇത് അൻസാർ കാക്കായും വണ്ടി എടുത്തു. ഫാത്തിമായും ഇബായും അൻസാർ കാക്കായും കൂടെ കയറി. അമീറായും ഇക്കാക്കായും ബൈക്കിലാണ് വന്നത്. ഞാൻ ഈ ഓടിച്ചുകൊണ്ട് ഇക്കാക്കാൻ്റെ വണ്ടിക്ക്. പിന്നെ ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകാൻ എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ തരാം. ടാറ്റാ.